ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ ആദ്യത്തെ വേൾഡ് മാപ്പിംഗ് സെഷനാണ്. ഓക്കെ, ഇപ്പോൾ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് വേൾഡ് മാപ്പിംഗ്, ഇന്ത്യ മാപ്പിംഗ് എല്ലാം കിട്ടും. എല്ലാം നമ്മളൊരു 1 മന്തിൽ തന്നെ കവർ ചെയ്തെടുക്കും. ഓക്കെ, ബാച്ചിലില്ലാത്ത സ്റ്റുഡൻസിന് ജസ്റ്റ് 299 റുപ്പീസ് കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മന്ത്ലി ഒന്നല്ല, ജസ്റ്റ് 299 വരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വേൾഡ് മാപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ജോഗ്രഫിയിൽ പ്രിലിംസ് എക്സാമിനേഷനിൽ വേൾഡ് മാപ്പിംഗ് കൺട്രീസ് ഒക്കെ ചോദിച്ചു വരാറുണ്ട്. മാപ്പിംഗ് കൺട്രീസ് കൂടുതലും ചോദിച്ചു വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് മാപ്പിങ്ങിൽ ഇന്ത്യ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. വേൾഡ് മാപ്പിങ്ങിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, എന്നാലും ഓരോ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ റോക്കി മൗണ്ടൻസ് കാണാം നോർത്ത് അമേരിക്കയിൽ. അപ്പോൾ ആ മൗണ്ടൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്, ഓക്കെ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഉണ്ട്. ഈ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ബോർഡറിങ് കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. ഏതാണ് നോർത്ത് അമേരിക്ക? ഇതാണ് നോർത്ത് അമേരിക്ക. ഓക്കെ, ഇതാണ് നോർത്ത് അമേരിക്ക. ഈ ഒരു ചെറിയ പോർഷൻ ഇതാണ് സെൻട്രൽ അമേരിക്ക ആൻഡ് ഇതാണ് സൗത്ത് അമേരിക്ക. അപ്പൊ അതിൽ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നോർത്ത് അമേരിക്ക ഏതാണ്, സെൻട്രൽ അമേരിക്ക ഏതാണ്, സൗത്ത് അമേരിക്ക ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോർത്ത് അമേരിക്കയിൽ ഏതൊക്കെ കൺട്രീസ് ആണുള്ളത്? നമുക്കിവിടെ കാനഡ കാണാം, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അലസ്ക, US-ന്റെ ഒരു ടെറിട്ടറി ആണ് ഇത്, അലസ്ക. US സ്റ്റേറ്റ് ആണ് അലസ്ക. പിന്നെ നമുക്കിവിടെ മെക്സിക്കോ കാണാം. അപ്പോൾ മെക്സിക്കോ, കാനഡ, USA, അല്ലേ? ഇനി സെൻട്രൽ അമേരിക്ക നോക്കാം. സെൻട്രൽ അമേരിക്കയിൽ ഉള്ള കൺട്രീസ് WE എന്നെഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, രണ്ട് സൈഡിലും വാട്ടർ ബോഡീസ് ഉണ്ട്, അല്ലേ? അപ്പോൾ വെസ്റ്റില് കോസ്റ്റൽ ഏരിയ ഉള്ള കൺട്രി, വെസ്റ്റില് കോസ്റ്റൽ ഏരിയ ഉള്ള കൺട്രീസിനെ, അതാണ് ഞാൻ ഇവിടെ W എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് വെറുതെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ ഈസ്റ്റിൽ കോസ്റ്റൽ ഏരിയ ഉള്ളതിനെ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി വെസ്റ്റിലും ഈസ്റ്റിലും, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൊണ്ടൂറാസ്. ഓക്കെ, അപ്പോൾ വെസ്റ്റിലും ഈസ്റ്റിലും രണ്ട് സൈഡിലും കടലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? 7 രാജ്യങ്ങളാണ് സെൻട്രൽ അമേരിക്കയിലുള്ളത്. ഏതൊക്കെയാണ്? ഗൗട്ടമല, ബെലീസ്, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, നിക്കർഗോവയാണ് ഏറ്റവും വലിയ കൺട്രി. ഓക്കെ, സെൻട്രൽ അമേരിക്കയിൽ. ദെൻ കോസ്റ്ററിക്ക ആൻഡ് പനാമ. ഓക്കെ, അപ്പോൾ ഈ രാജ്യങ്ങൾ എല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കുക. ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി ഈ സെൻട്രൽ അമേരിക്കയിലെ ഈസ്റ്റിൽ എന്താണ് വരുന്നത്? കരീബിയൻ സീ, അല്ലെ? സെൻട്രൽ അമേരിക്കയുടെ ഈസ്റ്റിൽ നമുക്ക് അവിടെ കരീബിയൻ സീ കാണാം. നോർത്തിൽ എന്താണ്? മെക്സിക്കോ, അല്ലെ? സൗത്തിൽ കൊളംബിയ ഉണ്ട്. അതുപോലെ വെസ്റ്റില് പസഫിക് മഹാസമുദ്രം, അല്ലെ? പസഫിക് ഓഷൻ ആണ് വെസ്റ്റില് പസഫിക് ഓഷൻ, ഈസ്റ്റില് കരീബിയൻ സീ, സൗത്തിൽ കൊളംബിയ ആൻഡ് നോർത്തിൽ മെക്സിക്കോ. ഓക്കെ, അപ്പോൾ സെൻട്രൽ അമേരിക്ക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി സൗത്ത് അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വെസ്റ്റിലുള്ളത് ഏതൊക്കെയാണ്? ചിലി, പെറു, ഇക്വഡോർ, കൊളംബിയ, അല്ലേ? ഇതാണ് സൗത്ത് അമേരിക്കയിൽ ഇവിടെ കൊളംബിയ ഉണ്ട്, പെറു ഉണ്ട്, ഇക്വഡോർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ചിലി ഉണ്ട്, അല്ലേ? ചിലി, പെറു, ഇക്വഡോർ, കൊളംബിയ, അല്ലേ? ഇനി ഈസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? ബ്രസീൽ, ഉറുഗ്വേ, അർജന്റീന. ബ്രസീലാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കൺട്രി, അല്ലേ? ബ്രസീൽ, അർജന്റീന, ദെൻ ഉറുഗ്വേ. ഈസ്റ്റില്. ഇനി നോർത്തിൽ ഏതൊക്കെയാണുള്ളത്? വെനിസുല, ദെൻ ഫ്രഞ്ച് ഗുനിയ, സുരിനാമെ, ഗുയാന, അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ ഇതൊക്കെ കാണാൻ പറ്റും, ഈ രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൗത്ത് അമേരിക്കയിൽ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ആണുള്ളത്, അതായത് കടലിനായിട്ട് ബോർഡർ ഷെയർ ചെയ്യാത്ത 2 കൺട്രി. ഓക്കെ, കോസ്റ്റൽ ഏരിയ ഇല്ല അതിന്. അങ്ങനെ 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണ് സൗത്ത് അമേരിക്കയിലുള്ളത്. ഒന്നാമത്തെ ബൊളീവിയ, ദെൻ പെറുഗ്വേ. ഓക്കെ, ബൊളീവിയയും പെറുഗ്വയാണ് 2 ലാൻഡ് ലോക്ക്ഡ് കൺട്രി. എവിടെ? സൗത്ത് അമേരിക്കയിൽ. നോർത്ത് അമേരിക്കയിൽ നമുക്ക് അറിയാം ലാൻഡ് ലോക്ക്ഡ് കൺട്രി ഇല്ല, അല്ലെ? മെക്സിക്കോ,
കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ US-ൻ്റെ അലസ്ക ആണെങ്കിലും US ആണെങ്കിലും കാനഡ ആണെങ്കിലും എല്ലാം കടലിനോട് ചേർന്നിരിക്കുന്നതാണ് അല്ലേ. ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് നോർത്ത് അമേരിക്കയിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൗത്ത് അമേരിക്ക ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സൗത്ത് അമേരിക്കയുടെ നോർത്തിൽ ഒരു ഗൾഫ് ഉണ്ട്, ഗൾഫ് ഓഫ് ഡാറിയൻ. ഓക്കെ, ഈ ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സീ അല്ലെങ്കിൽ ഓഷ്യൻ. ഓക്കെ, ഓഷ്യൻ്റെ ലാൻഡിൻ്റെ അടുത്ത് ചേർന്നിട്ടുള്ളതിനെയാണ് സീ എന്ന് പറയുന്നത്. ഈ സീ ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കർവ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഗൾഫ് എന്ന് പറയാം. ഓക്കെ 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 അപ്പോൾ ഗൾഫ് ഓഫ് ഡാരിയൻ നോർത്തിലുണ്ട്. ദെൻ ടെറ ഡെൽ ഫ്യൂഗോ എന്ന് പറയുമ്പോൾ ഒരു ദ്വീപ സമൂഹമാണ്. ഓക്കെ, ആർക്കിപ്പിലാഗോ എന്ന് പറയും, ദ്വീപ സമൂഹമാണ്. സൗത്തിലിപ്പോൾ എന്തുണ്ട്? ടെറ ഡെൽ ഫ്യൂഗോ ഉണ്ട്. നോർത്തിൽ ഗൾഫ് ഓഫ് ഡാരിയൻ ഉണ്ട്. ഓക്കെ, വെസ്റ്റിൽ ഏതാണുള്ളത്? വെസ്റ്റിൽ നമുക്കറിയാം, വെസ്റ്റിൽ പസഫിക് ഓഷ്യൻ. ദെൻ ഈസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രീഫായിട്ട് നോർത്ത് അമേരിക്ക എന്താണ്, സെൻട്രൽ അമേരിക്ക എന്താണ്, സൗത്ത് അമേരിക്ക എന്താണ്, അവിടെയുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയി അല്ലേ. നമുക്ക് ഇനി നോർത്ത് അമേരിക്കയിലേക്ക് മാത്രമായിട്ടൊന്ന് കിടക്കണം. നോർത്ത് അമേരിക്കയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, മൗണ്ടൻ റേഞ്ചസ് ഓഫ് നോർത്ത് അമേരിക്ക. നമുക്ക് അവിടെ 4 മൗണ്ടൻ റേഞ്ച് കാണാം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റോക്കി മൗണ്ടൻസ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മലനിരകളാണ് റോക്കി. ഓക്കെ, റോക്കി മൗണ്ടൻസ്, കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്, അതുപോലെ സെയറ നെവാഡ, അപ്പലാച്ചിയൻ മൗണ്ടൻസ്. അപ്പോൾ ഈ 4 മൗണ്ടൻസ് ഭയങ്കര ഫേമസ് ആണ്. ഇതും 4 ഉള്ളത് എവിടെയാണ്? നോർത്ത് അമേരിക്കയിലാണ്. അതിൽ റോക്കി മൗണ്ടൻസ്, കാസ്കാഡെ, സെയറ നെവാഡ ഒക്കെ വെസ്റ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റിലായിട്ടാണ്. ഈസ്റ്റിലുള്ളത് ഏതാണ്? അപ്പലാച്ചിയൻ മൗണ്ടൻ. ഓക്കെ, അപ്പലാച്ചിയൻ മൗണ്ടൻ ആണ് ഈസ്റ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് റോക്കി മൗണ്ടൻസ് എവിടെ തൊട്ട് എവിടം വരെയാണ് സ്ട്രക്ചർ ചെയ്ത് കിടക്കുന്നത് നോക്കാം. റോക്കി മൗണ്ടൻസ് എക്സ്റ്റെൻഡഡ് ഫ്രം നോർത്ത് ടു കാനഡ. ഓക്കെ, കാനഡ നോർത്തിൽ, റോക്കി മൗണ്ടൻസിന് നോർത്ത് എവിടെയാണ്, ഏത് രാജ്യത്താണ് കിടക്കുന്നത്? കാനഡയിലാണ് കിടക്കുന്നത്. സൗത്ത് ന്യൂ മെക്സിക്കോ എന്ന് പറയുമ്പോൾ മെക്സിക്കോയുടെ ഭാഗമല്ല, അത് US സ്റ്റേറ്റ് ആണ്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗമാണ് ഏത്? ന്യൂ മെക്സിക്കോ അല്ല. ഓക്കെ, പേരാണ് അങ്ങനെ. അപ്പോൾ റോക്കി മൗണ്ടൻസിന്റെ നോർത്തേൺ റീജിയൻ എവിടെയാണ്? കാനഡയിലും. സദേൺ റീജിയൻ ന്യൂ മെക്സിക്കോ, അതായത് USA കിടക്കുന്നത്. ഓക്കെ, ഇനി അവിടെയുള്ള മേജർ റിവേഴ്സ്, ഇതധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണ്ട, എന്നാലും മനസ്സിലാക്കി വെറുതെ ഒന്ന് വായിച്ച് പോയാൽ മതി. കൊളറാഡോ, മിസൗറി, കൊളംബിയ റിവേഴ്സ്, ലേക്ക് ലൂയിസ്, എമറാൾഡ് ലേക്ക്, ആൽപൈൻ ലേക്ക്. ഓക്കെ, ഇത് എവിടെയാണ്? ഈ കൊളറാഡോ റിവർ US മെക്സിക്കോയിലായിട്ട് കിടക്കുന്നതാണ്. മിസൗറി US മാത്രമാണുള്ളത്. കൊളംബിയ റിവർ കാനഡ ആൻഡ് US സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. അതുപോലെ ലേക്ക് ലൂയിസ് കാനഡയിൽ, എമറാൾഡ് റിവർ കാനഡയിൽ മാത്രമാണ്. ആൽപൈൻ ലേക്ക് എവിടെയാണ്? കാലിഫോർണിയയിലാണ്, USA. ഓക്കെ, ഇനി അവിടെയുള്ള കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഇതധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതി വെക്കുകയേ വേണ്ട. ഓക്കെ, എന്നാലും പറഞ്ഞു പോവാം. ഗ്ലേഷ്യർ നാഷണൽ പാർക്ക്, യോസെമിറ്റെ നാഷണൽ പാർക്ക്, സിക്വോയ, ജനറൽ ഷെർമൻ ട്രീ, ഏറ്റവും വലിയ ട്രീ ആണ്, ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അത് ഈ സിക്വോയ ആൻഡ് കിങ്സ് കാനിയോൺ നാഷണൽ പാർക്ക്, സിക്വോയ നാഷണൽ പാർക്കിലാണ് ഉള്ളത്, ജനറൽ ഷെർമൻ ട്രീ. പിന്നെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. നമുക്ക് നോർത്ത് അമേരിക്ക എന്ന് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുമ്പോൾ, നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. ഓക്കെ, ഗെയ്സേഴ്സ്, ഹോട്ട് സ്പ്രിങ്, ഇതൊക്കെ എന്താന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളം ഒക്കെ ഇങ്ങനെ പൊന്തി വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലുണ്ട്. നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചിരിക്കും. ഓക്കെ, ജിയോമോർഫോളജിയിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകും. ദെൻ ഗ്രാൻഡ് ടെറ്റോൺ നാഷണൽ പാർക്ക്, റോക്കി മൗണ്ടൻ നാഷണൽ പാർക്ക്,
ആൽപൈൻ ടുണ്ട്ര, റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലാണ് ആൽപൈൻ ടുണ്ട്ര ഉള്ളത്. ടുണ്ട്ര എന്ന് പറയുന്നത് ഒരു ബയോമാണ്, ഒരു പ്രത്യേക വെജിറ്റേഷൻ, ക്ലൈമറ്റ്, ആനിമൽ ലൈഫ് ഒക്കെ ഉള്ളതിനെയാണ് ഈ ബയോ എന്ന് പറയാം. ദെൻ ബൻഫ് ആൻഡ് ജാസ്പർ നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്ക് ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈമറിലി ഡ്രൈവൺ ബൈ പ്ലേറ്റ് ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെന്റ്. അതായത് രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റും കൂട്ടിയിടിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മുകളിലേക്ക് കയറിപ്പോവും. അങ്ങനെയാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ദെൻ ഓൾഡസ്റ്റ് റോക്സ് ഇൻ ദ റോക്കീസ് ഡേറ്റ് ബാക്ക് ടു പ്രീ കാംബ്രിയൻ ഇറ. അപ്പോൾ നിങ്ങൾക്ക് ഈ റോക്കി മൗണ്ടെയ്ൻസിലുള്ള റോക്സ്, റോക്കി മൗണ്ടെയ്ൻ ഫോം ചെയ്ത കാര്യമല്ല പറയണേ, ഈ റോക്കി മൗണ്ടെയ്ൻസിലുള്ള റോക്സ് പ്രീ കാംബ്രിയൻ എറ വരെ അത്രയും പഴയതാണെന്നാണ് പറയണത്. ഇനി പ്രീ കാംബ്രിയൻ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടല്ല, ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ജിയോളജിക്കൽ ടൈം സ്കെയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജിയോമോർഫോളജിയിൽ പഠിക്കും, അപ്പോൾ പഠിക്കുള്ളൂ. എന്നാലും ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ എർത്ത് ഫോം ചെയ്തില്ലേ, എർത്ത് ഫോം ചെയ്ത് 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുന്നാണ് എർത്ത് ഫോം ചെയ്തത്. അപ്പോൾ അവിടെയും തൊട്ട് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഒരു അപ്പോൾ 4.5 ബില്യൺ വർഷം മുമ്പാണ് എർത്ത് ഫോം ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു പീരീഡ് ആക്കി വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, പീരീഡ് അല്ല, നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇയോൺ, എറ, പീരീഡ്, എപ്പോക്ക് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാല് ഇയോൺ ആണുള്ളത്. ഏതൊക്കെയാണ്? ഹെയ്ഡൻ, ആർക്കിയൻ, ഫാനറോസോയിക് ആൻഡ് പ്രോട്ടറോസോയിക് ആൻഡ് ഫാനറോസോയിക്. ഇതാണ് 4 ഇയോൺ. ഇത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം, മുന്നേ തന്നെ ഇടാം. ജിയോമോർഫോളജി തുടങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കാംബ്രിയൻ കാണാം. ഈ കാംബ്രിയൻ്റെ മുന്നുള്ള ഈ ഒരു കാലഘട്ടത്തെയാണ് പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത്. അത്രയും പഴയതാണ്. അതായത് ഭൂമി ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോം ചെയ്ത റോക്സ് നമ്മുടെ എവിടെ കാണാൻ പറ്റും? റോക്കി മൗണ്ടെയ്ൻസിൽ കാണാൻ പറ്റും. അത്രയും പഴയ റോക്സ് കാണാൻ പറ്റും. ദെൻ റോക്കി ആർ മെയിൻലി മെറ്റാമോർഫിക് ആൻഡ് എഗ്നിയസ്, അല്ലേ? ഇപ്പോൾ ഒരു ലാവ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലാവയായി. ഈ ലാവ കൂളായിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യണത്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള റോക്സ് പുറത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും കാരണം മാറ്റം വരും. ഓക്കെ, അങ്ങനെ മാറ്റം വന്ന റോക്സിനെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ആ മാറ്റം ഈ പുറത്തുള്ള എക്സ്റ്റേണൽ ടെമ്പറേച്ചറും പ്രഷറും കാരണം ഇപ്പോൾ ഫോം ചെയ്ത റോക്സ് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാമോർഫിസം എന്ന് കൂടി നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പം അതും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫേസ് ഓഫ് മൗണ്ടെയിൻ ബിൽഡിംഗ് occurred during the ലാറ മേഡ ഒറോഗണി. ഒറോഗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിംഗ്. ഓക്കെ, ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ കൂട്ടിയിടിച്ച് ഇങ്ങനെ മൗണ്ടെയിൻ റേഞ്ചസ് ഫോം ചെയ്യണേ മൗണ്ടെയിൻ ബിൽഡിങ്ങിനെയാണ് ഒറോഗണി എന്ന് പറയുക. ലാറ മേഡ ഒറോഗണി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 to 90 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ, അത്രയും പഴക്കമുണ്ട്. ഓക്കെ, ശരിക്കും 60 to 90 മില്യൺ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു ലൈഫ് സ്പാൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഓൾഡാണ്. പക്ഷെ ബാക്കിയുള്ള മൗണ്ടെയിൻ റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഓൾഡ് അല്ല. ഓക്കെ, അപ്പോൾ ലാറമേഡ് ഒറോഗണി എന്ന് പറയുമ്പോൾ അത്രയും ഓൾഡ് ഒന്നല്ല, എന്നാലും 60 to 90 മില്യൺ ഇയേഴ്സ് മുന്നാണ് നമ്മുടെ റോക്കി മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ദെൻ ടെക്ടോണിക് ഈവൻ കോസ്ഡ് ബൈ സബ്ട്രക്ഷൻ ഓഫ് ഫാർലോം പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഓക്കെ, ഈ ഫാർലോം പ്ലേറ്റ്, ഇതാണ് ഫാർലോം പ്ലേറ്റ് എന്ന് വിചാരിക്കാം, ഇത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇത് കൂട്ടിയിടിച്ചപ്പോൾ ഈ ഫാർലോം പ്ലേറ്റ് ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെ മുകളിലേക്ക് വന്നു, സബ്ഡക്ട് ചെയ്തു. അങ്ങനെ ഫോം ചെയ്തതാണ്. അങ്ങനെ ഫോം ചെയ്ത മൗണ്ടെയിൻ ആണ് നമ്മുടെ റോക്കി മൗണ്ടെയിൻ. ഓക്കെ, ഏതൊക്കെ പ്ലേറ്റ് ആണ് കൂട്ടിയിടിച്ചിട്ടുള്ള? ഫാർലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് നമ്മുടെ റോക്കി മൗണ്ടെയിൻസ് ഫോം ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത മൗണ്ടെയിൻ റേഞ്ചിലേക്ക് പോവാം. സൈറ നെവാഡ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? റോക്കി മൗണ്ടെയിൻ. ദെൻ ഇതാണ് സൈറ നെവാഡ വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു റോക്കി മൗണ്ടെയിൻ എങ്ങനെയാണ് ഫോം ചെയ്തത്? ഫാർലോം പ്ലേറ്റും
അതുപോലെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ്. ഇതാണ് റോക്കി മൗണ്ടെയിൻ. ഇവിടെയാണ് സേറ നെവാഡ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതേ ഫാർലോൺ പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ട് തന്നെയാണ് സേറ നെവാഡയും ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫോർമേഷൻ സെയിം തന്നെയാണ്. ആൻഡ് സേറ നെവാഡ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ട്രീ ആണ്, സിക്വയർ ട്രീ. ഭയങ്കര വിഡ്ത്താണ്. ഓക്കെ, ഭയങ്കര വിഡ്ത്താണ് ഈ ഒരു ട്രീക്ക് ഉള്ളത്. നമ്മൾ ഈ ട്രീ കാർവ് ഔട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കുള്ള റോഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള ട്രീ ആണ്, കാലിഫോർണിയയിലുള്ളതാണ്. സേറ നെവാഡ കാലിഫോർണിയയിലുള്ളതാണ്. ഓക്കെ, ദെൻ ഫോർമേഷൻ മെസോസോയിക് എറയിലാണ് സേറ നെവാഡ മൗണ്ടെയിൻസ് ഫോം ചെയ്തിട്ടുള്ളത്. മെസോസോയിക് എറ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ റോക്കി മൗണ്ടെയിൻസിനുള്ള റോക്സ് പ്രീ കാംബ്രിയൻ ആണെന്ന് പറഞ്ഞു അല്ലേ? കാംബ്രിയൻ്റെ പഴയതാണ് പ്രീ കാംബ്രിയൻ. ഓക്കെ, കാംബ്രിയൻ്റെ പഴയതാണ്, ഇത് കാംബ്രിയൻ, അതിന് മുന്നുള്ളതാണ് പ്രീ കാംബ്രിയൻ. ഇത് എപ്പോഴാണ് ഫോം ചെയ്തത്? എപ്പോഴും ആലോചിക്കുക, റോക്കി മൗണ്ടെയിൻസ് ഫോം ചെയ്തതല്ല പ്രീ കാംബ്രിയൻ, റോക്കി മൗണ്ടെയിൻസിലുള്ള റോക്സിന്റെ പഴക്കമാണ് പ്രീ കാംബ്രിയൻ അല്ലേ? സേറ നെവാഡ എപ്പോഴാണ് ഫോം ചെയ്തത്? മെസോസോയിക് എറ. മെസോസോയിക് എറ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഇയോൺ ആയ ഫൈനറോസോയിക് ഇയോണിലെ മെസോസോയിക് എറയിലാണ് ഏത് മൗണ്ടെയിൻ ഫോം ചെയ്തത്? സേറ നെവാഡ. ഈ മെസോസോയിക് എറയിലെ ട്രയാസിക്, ജുറാസിക്, ക്രെറ്റേഷ്യസ് എന്ന് പറഞ്ഞ 3 പീരീഡുകൾ ഉണ്ട് അല്ലേ? നമുക്കിതൊക്കെ അറിയാം. ജുറാസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും അല്ലേ? ഡൈനോസേഴ്സ് ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ഈ ഉൽക്ക വന്നിടിച്ച് ആസ്ട്രോയിഡ് ഇമ്പാക്ട് കാരണം ഒരു മാസ് എക്സ്റ്റൻഷൻ ഉണ്ടായി, ക്രെറ്റേഷ്യസ് മാസ് എക്സ്റ്റൻഷൻ. അങ്ങനെയാണ് ഡൈനോസേഴ്സ് ഒക്കെ പോയത്. അത് ഈ ഒരു ടൈം പീരീഡിലാണ്, ക്രെറ്റേഷ്യസ് പീരീഡിലാണ്, മെസോസോയിക് എറയിലാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോയിന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ സേറ നെവാഡയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഫോം ചെയ്തിട്ടുള്ളത്? മെസോസോയിക് എറയിലാണ് സേറ നെവാഡ ഫോം ചെയ്തത്. ഓക്കെ, ഡ്യൂറിംഗ് ദ ഐസ് ഏജ് ഗ്ലേഷ്യർ സ്കൾപ്റ്റഡ് ദ ലാൻഡ്സ്കേപ്പ് കാർവിംഗ് ഡീപ് വാലീസ് ലൈക്ക് യോസെമിറ്റെ വാലി ആസ് വെൽ ആസ് ആൽപൈൻ ലേക്സ് ആൻഡ് റഗ്ഗഡ് പീക്സ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഗ്ലേസിയർ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ, ഗ്ലേസിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈറ്റിലൊക്കെ ആയിരിക്കും ഗ്ലേസിയർ ഉണ്ടാവുക. അതിൻ്റെ സ്ലോ മൂവ്മെന്റ്, അത് പോണ വഴിയിലൊക്കെ ഒരു വാലി പോലെ കർവ് ഔട്ട് ചെയ്തെടുക്കും. മൗണ്ടെയിൻസ് ആണെങ്കിൽ എന്തും കർവ് ഔട്ട് ചെയ്തെടുക്കും. അങ്ങനെ പണ്ട് ഗ്ലേസിയർ പോയൊരു വഴിയാണിത്, ഇപ്പം ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ അന്ന് ഗ്ലേസിയർ പോയ വഴി ഇപ്പോൾ ഒരു വാലി ആയി മാറി. ഓക്കെ, അതാണ് പറയുന്നത് യോസെമിറ്റെ വാലി. ദെൻ സേറ നെവാഡയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാണ്? മൗണ്ട് വിറ്റ്നി ആണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് പീക്ക് മൗണ്ട് വിറ്റ്നി ആണ്. അപ്പോൾ സേറ നെവാഡയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ മൗണ്ട് വിറ്റ്നി, അത് ഹയസ്റ്റ് പോയിന്റ് ആണ്. എവിടെ? കണ്ടിഗ്യുവസ് യുഎസിലാണ്. അതിൽ അലസ്ക പെടില്ല. കണ്ടിഗ്യുവസ് യുഎസിൽ അലസ്ക പെടില്ല. ഓക്കെ, കോണ്ടിനെന്റൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അലസ്ക പെടുള്ളൂ. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് അലസ്കയാണ് പറയണത്. ദെൻ അവിടെയുള്ള ലേക്സ് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവാം. ലേക്ക് ടാഹോ മോണോ ലേക്ക്. ലേക്ക് ടാഹോ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ കാര്യം മാത്രമാണ് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റും ഡീപ്പസ്റ്റും, വൺ ഓഫ് ദ, അല്ലാണ്ട് ഏറ്റവും വലുതാന്ന് പറയണില്ല, വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ നോർത്ത് അമേരിക്ക. ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് സുപ്പീരിയർ ആണ്. ഓക്കെ, നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേൾഡ് മാപ്പിങ്ങിൽ പഠിക്കും. ദെൻ മോണോ ലേക്ക്, എ യുണീക് സലൈൻ ലേക്ക്. ഓക്കെ, സേറ നെവാഡയുടെ ഈസ്റ്റേൺ എഡ്ജിലായിട്ടാണ് മോണോ ലേക്ക് ഉള്ളത്. സാൾട്ട് കണ്ടന്റ് കൂടുതലുള്ള ലേക്സിനാണ് സലൈൻ ലേക്സ് എന്ന് പറയാം. ഈ ലേക്ക് റിവർ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേക്ക് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി എന്ന് പറയാം, സ്റ്റില്ലായിട്ടിരിക്കുന്ന ഒരു ബോഡി. പക്ഷേ അത് അങ്ങനെ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങളൊരു ഒഴുക്ക്, ഒരു ഫ്ലോ ഒന്നും ഉണ്ടാവില്ല, അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ റിവർ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ലേക്ക് റിവർ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നെടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം.
ഏതൊക്കെയാണ്? റോക്കി മൗണ്ടൻസ് എവിടെ തൊട്ട് എവിടം വരെ? നോർത്ത് കാനഡ അല്ലേ? നോർത്തിൽ കാനഡയും സൗത്തിൽ ന്യൂ മെക്സിക്കോ ആണ് ഉള്ളത് റോക്കി മൗണ്ടൻസിന്റെ. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, പ്രൊട്ടക്റ്റഡ് ഏരിയസ് നോക്കേണ്ട കാര്യമില്ല. ഫോർമേഷൻ ഏതൊക്കെ പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ് ഫോം ചെയ്തത്? ഫാരലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും സബ്ഡക്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് പ്ലേറ്റ്, ഫാരലോം പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെ മുകളിലേക്ക് കയറിപ്പോയാണ് റോക്കി മൗണ്ടൻസ് ഫോം ചെയ്തത്. പിന്നെ റോക്കി മൗണ്ടൻസിലെ റോക്ക് എത്ര പഴക്കമുണ്ട്? പ്രീ കാംബ്രിയൻ എറ അല്ലേ? നമ്മൾ പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് നമ്മൾ നോക്കി. പിന്നെ ലാറമയുടെ ഒറോഗണിലാണ് ഈ ഒരു മൗണ്ടൻ ഫോം ചെയ്തത്, ഓൾമോസ്റ്റ് 60 to 90 മില്യൺ ഇയേഴ്സ് മുന്നേ അല്ലേ? ഫാരലോം പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സൈറ നെവാഡ ഫോർമേഷൻ നമ്മൾ പറഞ്ഞു മെസോസോയിക് എറയിലാണ്. അതുപോലെ യോസെമിറ്റെ വാലി എങ്ങനെയാണ് ഗ്ലേഷ്യർ കാർവ് ഔട്ട് ചെയ്തെടുത്തുണ്ടാക്കിയ വാലി. അതുപോലെ ലേക്ക് ടോഹോ, മോണോ ലേക്ക്, ഇത് രണ്ടും പറഞ്ഞു. ഇനി അടുത്ത മൗണ്ടൻ റേഞ്ച് കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്. നോർത്ത് അമേരിക്കയിൽ തന്നെയുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്. സ്ട്രെച്ചസ് ഫ്രം സദേൺ ബ്രിട്ടീഷ് കൊളംബിയ, ബ്രിട്ടീഷ് കൊളംബിയയുടെ സദേൺ പാർട്ട് തൊട്ട് കാലിഫോർണിയയുടെ നോർത്തേൺ പാർട്ട് വരെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സദേൺ ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ ത്രൂ വാഷിംഗ്ടൺ, ഒറഗൺ ആൻഡ് ഇൻ ടു ദ നോർത്തേൺ കാലിഫോർണിയ. സദേൺ ബ്രിട്ടീഷ് കൊളംബിയ തൊട്ട് കാലിഫോർണിയയുടെ നോർത്ത് വരെ സ്ട്രെച്ച് ആയി കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണ് കാസ്കാഡെ മൗണ്ടൻ റേഞ്ച്. പാർട്ട് ഓഫ് പസഫിക് റിംഗ് ഓഫ് ഫയർ, ഒരു ഇ ഇവിടെ ഉണ്ട്. പാർട്ട് ഓഫ് പസഫിക് റിംഗ് ഓഫ് ഫയർ. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അവിടെ ടെക്ടോണിക് ആക്ടിവിറ്റീസ് വളരെ കൂടുതലായിരിക്കും ടെക്ടോണിക് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ അവിടെ എർത്ത് ക്വിക്ക്, അതുപോലെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കൂടുതലുള്ള ഒരു ഏരിയ ആണ്. നമുക്കിവിടെ കാണാം ജപ്പാനൊക്കെ ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ്. അതിൽ ഇന്തോനേഷ്യൻ ഐലൻഡ്സ് ഒക്കെ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ്. അവിടെ ഒരുപാട് വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് പസഫിക് റിംഗ് ഓഫ് ഫയർ. നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ? സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയുടെ റീജിയനും ഉണ്ട്. അപ്പോൾ ഈ കാസ്കാഡെ മൗണ്ടൻ റേഞ്ച് ഈ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ്. ഫോംഡ് ബൈ ദ സബ്ഡക്ഷൻ ഓഫ് ജുവാൻ ഡെ ഫുക്ക പ്ലേറ്റ് ആൻഡ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. പുതിയൊരു പ്ലേറ്റ് കയറി വന്നു, ഏതാണ്? ജുവാൻ ഡെ ഫുക്ക പ്ലേറ്റ്. ഫാരലോം പ്ലേറ്റ് അല്ല, പ്രാവശ്യം ജുവാൻ ഡെ ഫുക്ക പ്ലേറ്റ് ആണ്. ചെറിയൊരു പ്ലേറ്റ് ആണ്, വളരെ ചെറിയൊരു മൈനർ പ്ലേറ്റ് ആണ് ജുവാൻ ഡെ ഫുക്ക പ്ലേറ്റ്. നമുക്കിവിടെ കാണാം ചെറിയൊരു പ്ലേറ്റ്. ഈ ചെറിയൊരു പ്ലേറ്റും വലിയൊരു നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ഇത് സബ്ഡക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ടായത്. നമുക്ക് മൗണ്ടൻ റേഞ്ച് ഇവിടെ കാണാം. ആ ഒരു മൗണ്ടൻ റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു മൈനർ പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് നമ്മുടെ കാസ്കാഡെ മൗണ്ടൻ റേഞ്ച് ഉണ്ടായത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ടെക്ടോണിക് ആക്ടിവിറ്റീസ് പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് വോൾക്കാനിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വോൾക്കാനോസ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു വോൾക്കാനിക് ആർക്ക് ഉണ്ട്, ഒരുപാട് വോൾക്കാനോസ് അടുപ്പിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. വോൾക്കാനോസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ, അതിന്റെ പേരൊക്കെ ഒന്ന് നോക്കി പോയാൽ മതി, ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാസ്കാഡെ വോൾക്കാനിക് ആർക്ക് എവിടെയാണ്? കാസ്കാഡെ മൗണ്ടൻ റേഞ്ചിന്റെ ഭാഗമായിട്ട്, അത് പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ പാർട്ടാണ്. പിന്നെ കാസ്കാഡെ മൗണ്ടൻ റേഞ്ചിന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എവിടെയാണ്? മൗണ്ട് റെയ്നർ, വാഷിംഗ്ടണിലുള്ളതാണ്. മൗണ്ട് ബേക്കർ വൺ ഓഫ് ദ സ്നോവിസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ മൗണ്ട് റെയ്നർ നാഷണൽ പാർക്ക്, ക്രാറ്റർ ലേക്ക് നാഷണൽ പാർക്ക്, നോർത്ത് കാസ്കാഡ് നാഷണൽ പാർക്ക്, ഇതൊക്കെ ഇവിടെയുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. ഇനി നമ്മൾ ഓൾറെഡി 3 മൗണ്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. റോക്കി മൗണ്ടൻസ്, കാസ്കാഡ് മൗണ്ടൻ ആൻഡ് സൈറ നെവാഡ. 3ഉം വെസ്റ്റേൺ സൈഡിലുള്ള മൗണ്ടൻസ് ആണ്, മൗണ്ടൻ റേഞ്ച് ആണ്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏത് മൗണ്ടൻ റേഞ്ച് ആണ് കാണാൻ പറ്റുന്നത്? അപ്പലാച്ചിൻ മൗണ്ടൻസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പലാച്ചിൻ മൗണ്ടൻസ് ന്യൂ ഫൗണ്ട്ലാൻഡ് മുതൽ ലാബ്രഡോർ, കാനഡ, ദെൻ അൽബാമ, US സ്റ്റേറ്റ് ആണ്. അപ്പോൾ ന്യൂ ഫൗണ്ട്ലാൻഡ് മുതൽ അൽബാമ വരെ സ്ട്രെച്ച് ആയി കിടക്കുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണ് അപ്പലാച്ചിൻ മൗണ്ടൻ റേഞ്ച്. ഓർഡോവീഷ്യൻ പീരീഡ് നമ്മൾ നേരത്തെ സൈറ നെവാഡ ഡിസ്കസ് ചെയ്തപ്പോൾ മെസോസോയിക് എറയിലാണ് സൈറ നെവാഡ ഫോം ചെയ്തത്. സൈറ നെവാഡ ഫോം ചെയ്തത് മെസോസോയിക് എറയിലാണ്. അപ്പം അതിനും പഴയതാണ് ഏത്?
അപ്പലാച്ചിയൻ മൗണ്ടൈൻ. അപ്പലാച്ചിയൻ മൗണ്ടൈനിൽ ഏതാണ്? ഓർഡോവിഷ്യൻ പിരളാണ്. ഓർഡോവിഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. മെസോസോയിക് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ പുറകോട്ട് പോയി. അപ്പോൾ അപ്പലാച്ചിയൻ മൗണ്ടൻസ് അതിനേക്കാളൊക്കെ പഴയതാണ്. ഓർഡോവിഷ്യൻ പീരീഡ്. അലഗേനിയൻ ഒറഗണി ഏകദേശം 250 മില്യൺ വർഷം മുന്നാണ് അപ്പലാച്ചിയൻ മൗണ്ടൻസ് ഫോം ചെയ്തത്. അത് ഏതൊക്കെ പ്ലേറ്റ് കൂട്ടിയിടിച്ചിട്ടാണ്? നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റ് എങ്ങനെയാണ് കൂട്ടിയിടിക്കണേ? പറഞ്ഞു തരാം. പണ്ട് എല്ലാം ഒറ്റ ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. പാൻജിയ എന്ന് പറയും. ഓക്കെ, പാൻജിയ എന്ന് പറയും ആ കോണ്ടിനെന്റ്. സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറയും. ഈ കാണുന്ന കോണ്ടിനെന്റ്സ് എല്ലാം പണ്ട് ഒരൊറ്റ കോണ്ടിനെന്റ് ആയിരുന്നു, പാൻജിയ. ഓക്കെ, അതുപോലൊരു സൂപ്പർ ഓഷ്യനും ഉണ്ടായിരുന്നു. ഈ സൂപ്പർ കോണ്ടിനെന്റ് ആയ പാൻജിയയുടെ ചുറ്റും ഒരൊറ്റ ഓഷ്യൻ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ആ ഓഷ്യനെ പറയണതാണ് പന്തലാസ. അപ്പോൾ പാൻജിയും പന്തലാസയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പാൻജി ഫോം ചെയ്യുന്ന സമയത്ത് ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പഴക്കമുള്ള ഒരു മൗണ്ടൈൻ ആണ് അപ്പോൾ അപ്പലാച്ചിയൻ മൗണ്ടൻസ്. അപ്പോൾ ആ ടൈമിൽ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് അപ്പലാച്ചിയൻ മൗണ്ടൻസ് ഫോം ചെയ്തത്. ഓക്കെ, പണ്ട് മഡഗാസ്കർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഓക്കെ, നമ്മളതൊക്കെ എന്തായാലും പഠിക്കും. ജിയോഗ്രഫി, ജിയോമോർഫോളജി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. സോ നമുക്കിപ്പോൾ മനസ്സിലായി അപ്പലാച്ചിയൻ മൗണ്ടൻസ് എങ്ങനെയാണെന്ന് ഫോം ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു കുറച്ച് മൗണ്ടൻസിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, നോട്ട് ലോൺ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്ര മതി. ഇനി അടുത്ത ക്ലാസ്സിൽ ഗ്രേറ്റ് പ്ലെയിൻസ്, അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ്. ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എടുക്കുന്നത് കറക്റ്റ് അന്ന് തന്നെ പഠിച്ച് പോകാൻ നോക്കാം. പെൻഡിങ് ഉണ്ടെങ്കിൽ ആ സൺഡേ തന്നെ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പെൻഡിങ് തീർക്കാൻ പറ്റാണ്ട് നിങ്ങളിതിവിടെ ക്വിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വരരുത്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, താങ്ക് യു.